ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമ്മുടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വിജ്ഞാപനം ഡിസംബർ 31 പ്രസിദ്ധീകരിക്കുകയാണ്. ഡിസംബർ 31 തീയതിയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ വിജ്ഞാപനം വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏത് പ്രായം മുതൽ ഏത് പ്രായം വരെയുള്ളവർക്ക് അപേക്ഷിക്കാം, അതായത് ഇതിന്റെ ഏജ് ലിമിറ്റ് എങ്ങനെയാണ്, ഇന്ന വയസ്സിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് നോക്കുന്നത്. എന്താണ് യോഗ്യത, പരീക്ഷ എത്ര ഘട്ടമാണ്, സിലബസ് എന്തായിരിക്കും, എത്ര പേർക്ക് നിയമനം പ്രതീക്ഷിക്കാം, നിലവിലെ നിയമന ശുപാർശ എത്ര എന്നിങ്ങനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ സെഷനിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏറ്റവും പുതിയ ഒരു വിജ്ഞാപനമാണ്, ഡിഗ്രി ലെവൽ വിജ്ഞാപനമാണ് വരാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന വിജ്ഞാപനമാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളിലേക്ക് പോവാം. ഇന്നത്തെ തൊഴിൽ വാർത്തയിൽ കൃത്യമായി പറയുന്നുണ്ട്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വിജ്ഞാപനം ഡിസംബർ 31 പാഠ്യപദ്ധതിയും പരീക്ഷാ പദ്ധതിയും വിജ്ഞാപനത്തിന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് കൂടി പറയുന്നുണ്ട്. അതായത് പരീക്ഷ എങ്ങനെയാണ്, പ്രിലിംസ് എപ്പോഴാണ്, ഏകദേശം എപ്പോഴായിരിക്കും, മെയിൻസ്, അതുപോലെ തന്നെ പാഠ്യപദ്ധതി എല്ലാം എന്താണ്, നമ്മുടെ സിലബസ് ഒക്കെ വിജ്ഞാപനത്തിന്റെ കൂടെ തന്നെ വരുമെന്നാണ് പറയുന്നത്. നോക്കാം. സെക്രട്ടേറിയറ്റ്, PSC, ഓഡിറ്റ് വകുപ്പ് തുടങ്ങിയവയിൽ അസിസ്റ്റന്റ് ഓഡിറ്റർ, പേര് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ എന്നാണ്, പക്ഷെ നമ്മൾ പൊതുവെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്രയേ ഉള്ളൂ. കാരണം ഇത് സെക്രട്ടേറിയറ്റിലേക്ക് മാത്രമല്ല, PSCയിലേക്കുണ്ട്, ഓഡിറ്റ് വകുപ്പിലേക്കുണ്ട്, കൂടാതെ തന്നെ നമ്മുടെ വിജിലൻസിന്റെ ട്രൈബ്യൂണൽ, സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷണർ തുടങ്ങിയവയിലേക്കൊക്കെ ഈ ഒരു ലിസ്റ്റിൽ നിന്നാണ് വിജ്ഞാപനം നടത്തുന്നത് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഡിസംബർ 31 പ്രസിദ്ധീകരിക്കുമെന്നാണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയി നമ്മൾ അറിയുന്നത്. ജനുവരി 29 അർദ്ധരാത്രി 12 മണി വരെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന സമയമാണ്. അതായത് നിങ്ങൾക്ക് ഡിസംബർ 31 പ്രസിദ്ധീകരിക്കും, ജനുവരി 29 അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത്. ഓൺലൈനായിട്ട് നമ്മുടെ പ്രൊഫൈൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്താത്തവർ അതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയാൽ പ്രൊഫൈലിലൂടെ അപേക്ഷിക്കാം. നിലവിൽ പ്രൊഫൈൽ ഉള്ളവർ അതിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളൊക്കെ നമ്മളെല്ലാം പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. സെക്രട്ടേറിയറ്റ്, PSC, ഓഡിറ്റ് വകുപ്പ് എന്നിവയ്ക്ക് പുറമെ അഡ്വക്കേറ്റ് ജനറൽസ് ഓഫീസ്, അത് എറണാകുളത്താണ്, പിന്നെ ഓഫീസ് ഓഫ് ദി വിജിലൻസ് ട്രൈബ്യൂണൽ, സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷൻ ഓഫീസ് എന്നിവിടങ്ങളിലും അസിസ്റ്റന്റ് നിയമനം ഈ റാങ്ക് പട്ടികയിൽ നിന്നാണ് നടത്തുന്നത്. ഇനി തസ്തികയുടെ പേര് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ എന്നാണ്. ശമ്പള സ്കെയില് 27,859, ഇത് പഴയ സ്കെയിലാണ്. ഏകദേശം 39,000 പുതിയ സ്കെയില് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് കൂടി മനസ്സിലാക്കുക. നിയമന ഒഴിവുകൾ എന്ന് പറയുന്നത് പ്രതീക്ഷിക്കുന്ന ഒഴിവുകളാണ്. അതായത് ഇത്ര ഒഴിവുകൾ എന്ന് പറഞ്ഞില്ല, പ്രതീക്ഷിത ഒഴിവുകൾ എന്ന് പറഞ്ഞാണ് നിയമനം വരുന്നത്. നിയമന രീതി നേരിട്ടുള്ളതും തസ്തിക മാറ്റവും, വെവ്വേറെ വിജ്ഞാപനമാണ് നേരിട്ടുള്ളതും തസ്തിക മാറ്റവും. പ്രായപരിധി 18 to 36 അതായത് 18 വയസ്സ് പൂർത്തിയായ 36 വയസ്സിൽ കൂടുതൽ കവിയാത്ത ആർക്കും ഈ ഒരു പരീക്ഷ എഴുതാം. അതായത് വ്യക്തമായി പറഞ്ഞാൽ 2/1/1988 1/1/2006 ഇടയിൽ ജനിച്ചവർ, അതായത് ഈ 2 തീയതികളും ഉൾപ്പെടെ ജനിച്ചവർക്ക് 2-ാം തീയതി 1988 2-ാം തീയതി ജനുവരി 2 മുതൽ 2006 ജനുവരി 1 വരെ ജനിച്ച ആളുകൾക്ക് എന്താണ് ഈ ഒരു തസ്തികയ്ക്ക് അപേക്ഷ സമർപ്പിക്കാം. 18 മുതൽ 36 വരെയാണ് ഇതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത്. SC/ST യുവാക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷവും, അതായത് SC/ST യുവാക്കാർക്ക് 5 വർഷം, അപ്പൊ എത്രയാണ്, 40-41 വയസ്സ് വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓക്കെ, 5 വർഷം 41 വരെ SC/ST യുവാക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷത്തെ ഇളവുണ്ട്. അതുപോലെ മറ്റു പിന്നാക്ക വിഭാഗക്കാർക്ക് 3 വർഷവും ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അതായത് 39 വയസ്സ് വരെ. SC/STക്കാർക്ക് 41 വയസ്സ് കവിയാൻ പാടില്ല, മറ്റു വിഭാഗക്കാർക്ക് 39. ഇതാണ് ഇതിന്റെ വയസ്സ്. 18 to 36 ജനറൽ, 2/1/1988 1/1/2006 ഇടയിൽ അല്ലെങ്കിൽ ആ തീയതി ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. SC/ST വിഭാഗത്തിന് 5 വർഷത്തെ ഇളവുണ്ട്, മറ്റു പിന്നാക്ക വിഭാഗങ്ങൾക്ക് 3 വർഷത്തെ ഇളവുണ്ട്. ഇനി യോഗ്യത പറഞ്ഞാൽ ഒരു അംഗീകൃത സർവകലാശാല ബിരുദം അല്ലെങ്കിൽ തത്തുല്യം, നിങ്ങൾ ഒരു ബിരുദധാരി ആയിരിക്കണം എന്നാണ് പറയുന്നത്. അത് ബിരുദത്തിന് തുല്യമായ ഏത് കോഴ്സ് ഉണ്ടോ അതായാലും മതി, ബിരുദധാരി ആയിരിക്കണം എന്ന് പറയുന്നു. ഇനി പരീക്ഷ എന്ന് പറയുന്നത് 2 ഘട്ട പരീക്ഷയാണ്. നമുക്കറിയാം ഇത്രയും നാളും അല്ലെങ്കിൽ ഇതുവരെ പിന്തുടർന്ന് വരുന്നത് എന്താണ്, പ്രിലിംസ് പ്ലസ് മെയിൻസ് എന്ന് പറയുന്ന
രണ്ട് ഘട്ട പരീക്ഷാ രീതിയാണ്. അത്തരത്തിൽ തന്നെ ഇത്തവണയും രണ്ട് ഘട്ട പരീക്ഷാ രീതി തന്നെയായിരിക്കും. പ്രിലിംസും മെയിൻസും ഉണ്ടാകും. എന്നാൽ ഇത്രയും നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ 2020 ശേഷം ഇങ്ങോട്ട് നമ്മൾ കണ്ടുവരുന്ന രീതിയിലുള്ള മെയിൻസ് അല്ല സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വരാൻ വേണ്ടി പോകുന്നത്. പകരം മുഖ്യ പരീക്ഷ, അതായത് പ്രിലിംസ് സാധാരണ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അതേ രീതിയിലുള്ള പ്രിലിംസ്, എന്നാൽ മെയിൻസിലേക്ക് എത്തുമ്പോൾ എന്താണ്, ഇത്തവണ കഴിഞ്ഞ തവണ നടന്ന പോലുള്ള പരീക്ഷയല്ല. ഇത്തവണ മെയിൻസിന് 2 പേപ്പറുകൾ ഉണ്ടാകും. എത്രയാണ്? 2 പേപ്പറുകൾ ഉണ്ടാകുമെന്ന്. അതായത് 100 മാർക്ക് വീതമുള്ള 2 പേപ്പറുകൾ. അതായത് ആദ്യത്തെ രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് വേണമെങ്കിൽ പരീക്ഷ നടത്തും. രാവിലെ 100 മാർക്കിന്റെ പരീക്ഷ, ഉച്ചയ്ക്ക് ശേഷം 100 മാർക്കിന്റെ പരീക്ഷ. അങ്ങനെ 2 മുഖ്യ പേപ്പറുകളാണ് ഉണ്ടാവുക. അതായത് കഴിഞ്ഞ തവണ മുഖ്യ പരീക്ഷയ്ക്ക് 1 പേപ്പറായിരുന്നു. മുഖ്യ പരീക്ഷയ്ക്ക് 2 പേപ്പറിലുമായി ലഭിക്കുന്ന മാർക്കും അഭിമുഖത്തിന്റെ മാർക്കും, അതായത് ഇന്റർവ്യൂ, അതായത് ഇനി 3 ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രിലിംസ് ഉണ്ട്, മെയിൻസിന് 2 പേപ്പർ ഉണ്ട്, അത് കഴിഞ്ഞ ഇന്റർവ്യൂ കൂടെ ഉണ്ട്. ഇങ്ങനെയാണ് ഇതൊരു പോകുന്നത്. 3 ഘട്ട രീതിയിലാണ് വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതായത് മുഖ്യ പരീക്ഷയ്ക്ക് 2 പേപ്പറിലുമായി ലഭിക്കുന്ന മാർക്കും ഇന്റർവ്യൂവിന്, അതായത് അഭിമുഖത്തിന്റെ മാർക്കും ചേർത്തായിരിക്കും റാങ്ക് നിർണ്ണയിക്കുക. അതങ്ങനെയാണ് പറയുന്നത്. അതായത് നമുക്ക് പ്രിലിംസ് എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് എക്സാം ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. നമുക്ക് മെയിൻസ് എഴുതാനുള്ള ഒരു ക്വാളിഫയിങ് എക്സാം ആണ് പ്രിലിംസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് മെയിൻസിനും ഇന്റർവ്യൂവിന്റെ മാർക്കിനുമാണ്. മെയിൻസിന് നമ്മൾ എത്രത്തോളം മാർക്ക് 2 പേപ്പറിലുമായി വാങ്ങിക്കുന്നു, അതുപോലെ ഇന്റർവ്യൂവിന് എത്ര മാർക്ക് ലഭിക്കുന്നു, ഈ ഒരു മെയിൻസിന്റെയും ഇന്റർവ്യൂവിന്റെയും മാർക്കുകൾ ചേർത്താണ് റാങ്ക് നിർണ്ണയിക്കുക എന്നതാണ് പറയാനുള്ളത്. ഓക്കെ, പ്രാഥമിക പരീക്ഷ എഴുതുന്നത് മുഖ്യ പരീക്ഷ എഴുതാനുള്ള തെരഞ്ഞെടുപ്പിന് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. വിശദമായ പാഠ്യപദ്ധതിയും പരീക്ഷാ പദ്ധതിയും വിജ്ഞാപനത്തിന്റെ കൂടെ പ്രസിദ്ധീകരിക്കും. ആകെ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവിൽ 4% ഭിന്നശേഷിക്കാർക്കായി സംവരണം ചെയ്തിട്ടുമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ കാര്യങ്ങളിലൂടെ മനസ്സിലാക്കുക. ഇനി നിലവിൽ എത്ര നിയമന ശുപാർശ നൽകിയെന്ന് പറഞ്ഞാൽ 419 പേർക്ക് നിലവിൽ നിയമന ശുപാർശ നൽകിയിട്ടുണ്ട്. 1 വർഷത്തിൽ കൂടുതൽ ഇനി ഈ ഒരു ലിസ്റ്റിന് കാലാവധി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നിലവിലെ റാങ്ക് പട്ടികയിൽ 419 പേർക്ക് നിയമന ശുപാർശ നൽകിയപ്പോൾ ഓപ്പൺ കോമ്പറ്റീഷൻ OC-യിൽ നിന്ന് 285 റാങ്ക് വരെയുള്ളവർക്കാണ് നിയമന ശുപാർശ ലഭിച്ചത്. 285 റാങ്ക് വരെയുള്ളവർക്ക് നിയമന ശുപാർശ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. മറ്റു സംവരണം നോക്കാം. EWS 321 റാങ്ക് വരെ, ഈഴവ 303 റാങ്ക്, SC സപ്ലിയിൽ 22 റാങ്ക്, ST സപ്ലിയിൽ 10 റാങ്ക്, മുസ്ലിം 414, LCI 789 റാങ്ക്, OBC 304 റാങ്കുകാരൻ, വിശ്വകർമ്മ 458, SIUC നാടാർ 566, SCCC സപ്ലിയിൽ 3ാമത്തെ ആള്, ധീവര 695, ഹിന്ദു നാടാർ 610, LV 4, HI 5, LDCP 5, MDMI 11, ബൈ ട്രാൻസ്ഫർ 14. ഇപ്പോഴത്തെ റാങ്ക് പട്ടികയുടെ കാലാവധി 2026 ഏപ്രിൽ 11 വരെയാണ്. അതായത് 2026 ഏപ്രിൽ മാസം അടുത്ത 11-ാം തീയതി വരെയാണ് ഇതിന് കാലാവധി. അതിനുശേഷം നമ്മുടെ പുതിയ ഈ പരീക്ഷയുടെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കും. ഓക്കെ, ഇനി അടുത്ത ഒരു റാങ്ക് പട്ടിക വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കയറ്റിയൊന്നും പറയണ്ട. ഇപ്പൊ 419 നിയമന ശുപാർശ, ഏകദേശം 1 വർഷം കൂടിയുണ്ട്. നമുക്ക് ഇനി വരുന്ന സമയങ്ങളിലും ഏകദേശം ഒരു 500 റേഞ്ചിലുള്ള നിയമനം മാത്രം പ്രതീക്ഷിച്ചാൽ മതി. സെക്രട്ടേറിയറ്റ് നമുക്കറിയാം എല്ലാ ലിസ്റ്റുകളും ചുരുക്കുകയാണ്. 1400ഓളം ഉണ്ടായിരുന്ന നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ ലിസ്റ്റ് ചുരുക്കി 740 സംതിങ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതായത് 700 സംതിങ് ആളുകളെ മാത്രമാണ് അടുത്ത സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ LP UP എല്ലാം LDC അടക്കം ലിസ്റ്റ് ചുരുക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ അടക്കമുള്ള തസ്തികയുടെ ലിസ്റ്റും ചുരുക്കപ്പെടും. വലിയ രീതിയിലുള്ള നിയമനം നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഏകദേശം 500 വരെ നിയമനം നമുക്ക് എന്തായാലും കിട്ടും. ആ 500 പേരിൽ ഒരാളാവാൻ നിങ്ങൾ ശ്രമിക്കണം. ആ 500 പേരിൽ ഒരാളായാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ജോലി സ്വപ്നം കണ്ടിട്ടെങ്കിലും ഇരിക്കാൻ വേണ്ടി പറ്റുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സംവരണം ഉൾപ്പെടെയാണ് 500 കേട്ടാ. നിങ്ങളൊക്കെ ഓപ്പൺ കാരനൊക്കെ ഒരു 300 ഉള്ളിൽ വന്നാൽ മാത്രമേ ജനറൽ വിഭാഗത്തിന് 300-നുള്ളിൽ വന്നാൽ മാത്രമേ നിയമന സാധ്യത കൂടുതലുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എത്രത്തോളം റാങ്ക് 500-ന് പുറത്തു പോകുന്നു അത്രത്തോളം നമുക്ക് നല്ലതാണ്. അതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാം. അത്രയേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഏറ്റവും പുതുതായി നമ്മുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷ എന്ന് പറയുന്നത്. ഒരുപാട് പേര് ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. കൃത്യമായ പഠനം നിങ്ങൾ മനസ്സിലാക്കുക. ഏകദേശം ഒരു
5-10 ലക്ഷത്തിനധികം ആൾക്കാർ ഈ ഒരു പോസ്റ്റിലേക്ക് ചിലപ്പോൾ അപേക്ഷ സമർപ്പിക്കും. അതിൽ നിന്ന് 500 പേർക്ക് മാത്രമേ നിയമനം കിട്ടൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരാളാവണമെങ്കിൽ അത്രയധികം കഠിനമായ അധ്വാനം ഈ ഒരു തസ്തികയ്ക്ക് വേണ്ടി നിങ്ങൾ കണ്ടുവെക്കണം. മെയിൻസിന് വേണ്ടി, മെയിൻസും പ്രിലിംസും മെയിൻസിന് വേണ്ടി തന്നെ പഠിക്കുക. മെയിൻസും പ്രിലിംസും ഒരുമിച്ച് തന്നെ കൊണ്ടുപോകണം. അല്ലാതെ പ്രിലിംസിന് വേണ്ടി മാത്രം ഇപ്പോൾ പഠിക്കുക എന്ന രീതി നിങ്ങൾ അനുവർത്തിച്ചാൽ അത് മഹാമണ്ടത്തരമായി മാറും. കാരണം മെയിൻസിന്റെ മാർക്കാണ് ഇതിൽ അന്തിമമായി പരിഗണിക്കുക. പ്രിലിംസ് ക്വാളിഫയിങ് ആണ്, പക്ഷെ ക്വാളിഫൈ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, തയ്യാറെടുക്കുക. നിങ്ങൾക്ക് വേണ്ട പരമാവധി ക്ലാസ്സുകൾ വളരെ സൗജന്യമായിട്ട് തന്നെ ജനുവരി 1-ാം തീയതി മുതൽ നമ്മൾ നമ്മുടെ ഈ ഒരു ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ 25 ക്രിസ്മസിൻ്റെ ദിവസം മുതൽ നമ്മൾ ടെലഗ്രാമിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിലും വളരെ വൈവിധ്യമാർന്ന സമയത്തിൻ്റെ ഇതനുസരിച്ചുള്ള സമയം വെച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളൊക്കെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് ഉപകാരപ്രദമാകുന്ന ഒന്ന് തന്നെയായിരിക്കും. വളരെയധികം നല്ല രീതിയിലുള്ള മെറ്റീരിയൽസ് ഒക്കെയാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ കൂടെ കട്ടക്ക് നിൽക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കാൻ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കൂടെ നിൽക്കുക. പിന്നെ നിങ്ങൾക്ക് വല്ല നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് പറയാനൊക്കെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇത്തരത്തിലുള്ള പരീക്ഷകൾ എഴുതുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ. ഓക്കെ. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്